സി ജോസഫ് വിജയ് സിനിമയിലെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് തമിഴ് ജനതയുടെ വിധി നിർണ്ണയിക്കുന്ന ഭരണ സിംഹാസനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു അത്ഭുതമല്ല, മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഗണിതങ്ങളിൽ ഒന്നാണ്. പരിഹാസങ്ങളിൽ നിന്ന് തുടങ്ങിയ ഒരു പേര് ഇന്ന് തമിഴ് രാഷ്ട്രീയത്തിലെ രണ്ട് വൻമരങ്ങൾ വേരോടെ പിഴുതെറിഞ്ഞിരിക്കുന്നു. ഇത് വെറും ഒരു നടന്റെ വിജയമല്ല, പതിറ്റാണ്ടുകൾ നീണ്ട ഒരു മാസ്റ്റർ പ്ലാനിന്റെ ക്ലൈമാക്സ് ആണ്. 1974 ജൂൺ 22 ചെന്നൈയിലാണ് വിജയ് ജനിച്ചത്. പ്രശസ്ത സംവിധായകൻ SI ചന്ദ്രശേഖരൻ്റെയും ഗായിക ശോഭ ചന്ദ്രശേഖരൻ്റെയും മകനായി വളരെ ആക്റ്റീവായ ഒരു കുട്ടിയായിരുന്നു. വിജയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വലിയ ആഘാതമായിരുന്നു സഹോദരി വിദ്യയുടെ മരണം. തൻ്റെ 9ാം വയസ്സിൽ പ്രിയപ്പെട്ട അനിയത്തി മരിക്കുന്നത് വിജയെ മാനസികമായി തളർത്തി. വളരെ മിടുക്കനായിരുന്ന ആ കുട്ടി അതോടെ അന്തർമുഖനായി. ഇന്നത്തെ വിജയുടെ മിതഭാഷിത്വം ആ വേദനയിൽ നിന്നുടലെടുത്തതാണെന്ന് പറയപ്പെടുന്നു. വിജയിലെ നടനെ വളർത്തിയത് പിതാവ് SI ചന്ദ്രശേഖർ തന്നെയാണ്. മകനിലെ അഭിനയ താല്പര്യം തിരിച്ചറിഞ്ഞ പിതാവ് 1984 വെട്രി എന്ന ചിത്രത്തിലൂടെ 10ാം വയസ്സിൽ വിജയെ ബാലതാരമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ചു. പിന്നീട് നാളെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ വിജയ് നായകനായി. എന്നാൽ തുടക്കത്തിൽ വലിയ പരിഹാസങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ഈ ലുക്ക് വെച്ച് നായകനാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പിതാവിൻ്റെ നിർബന്ധവും വിജയുടെ കഠിനാധ്വാനവും ഒരു മറുപടിയായിരുന്നു. ആദ്യകാല ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടപ്പോൾ വിജയ് ഒരുപാട് വിമർശിക്കപ്പെട്ടു. പൂവേ ഉനക്കാകെ ഈ സിനിമയാണ് വിജയുടെ കരിയർ മാറ്റിമറിച്ചത്. ലളിതമായ അഭിനയത്തിലൂടെ അദ്ദേഹം കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറി. പിന്നീട് ഗില്ലി പോക്കിരി എന്ന ചിത്രങ്ങളുടെ മാസ് ഹീറോ ഇമേജിലേക്ക് അദ്ദേഹം വളർന്നു. ദശാബ്ദങ്ങളായി DMK ADMK എന്ന് രണ്ട് ധ്രുവങ്ങളിൽ കറങ്ങിക്കൊണ്ടിരുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. ഇവിടെയാണ് വിജയ് തൻ്റെ മാസ് ഹീറോ പരിവേഷം രാഷ്ട്രീയത്തിലേക്ക് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് പാർട്ടികൾക്കും ബദലായി വന്ന കമലഹാസന്റെ മക്കൾ നീതിമയം പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് നൽകാത്ത പിന്തുണ വിജയ്ക്ക് ലഭിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ അടിത്തട്ടിലുള്ള സ്വാധീനമാണ്. പരമ്പരാഗത ദ്രാവിഡ പാർട്ടികൾക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണങ്ങൾ അഴിമതിയും കുടുംബഭരണവുമാണ്. വിജയ് ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാതെ സ്വന്തം അധ്വാനം കൊണ്ട് വളർന്ന വ്യക്തി എന്ന നിലയിൽ യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടി. തമിഴക വെട്രി കഴകം എന്ന പേര് തന്നെ ഒരു പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിച്ചത്. ഏതൊരു ഭരണകക്ഷിക്കും നേരിടേണ്ടി വരുന്ന സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരം വിജയ് കൃത്യമായി ഉപയോഗിച്ചു. DMKയുടെ ഭരണം ജനങ്ങളിൽ ഉണ്ടാക്കിയ അതൃപ്തിയും ADMK നേതൃത്വ നിരയിലുണ്ടായ വിള്ളലുകളും വോട്ടർമാരെ വിജയിലേക്ക് ആകർഷിച്ചു. ആദ്യഘട്ടത്തിൽ തൻ്റെ ഫാൻസ് അസോസിയേഷനെ വെറും സിനിമ ആഘോഷിക്കാനുള്ള വേദിയായിട്ടല്ല വിജയ് കണ്ടത്. വിജയ് മക്കൾ ഈയകം എന്ന സംഘടനയെ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സേവന സംഘടനയെ അദ്ദേഹം മാറ്റിയെടുത്തു. സൗജന്യ ഭക്ഷണശാലകൾ, രക്തദാന ക്യാമ്പുകൾ, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകൽ എന്നിവയിലൂടെ തമിഴ്നാട്ടിലെ ഓരോ ഗ്രാമത്തിലും വിജയ് എന്ന പേര് ചർച്ചയായി. സിനിമയുടെ ഗ്ലാമറിന് അപ്പുറം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു അണ്ണനായി അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തി. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് സംഘടനയെ പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം നയിച്ചു. ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളെ രാഷ്ട്രീയ കേഡർമാരെ പോലെ പരിശീലിപ്പിച്ചു. 2021 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൻ്റെ സംഘടനയിലെ അംഗങ്ങളെ സ്വതന്ത്രരായി മത്സരിപ്പിക്കുകയും 100-ലധികം സീറ്റുകളെ വിജയിപ്പിക്കുകയും ചെയ്തത് ഒരു വലിയ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു. ഇതിലൂടെ തൻ്റെ അടിത്തട്ടിലെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം സ്വയം ബോധ്യപ്പെട്ടു. വിജയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് ജോൺ ആരോഗ്യസ്വാമിയുടെ നേതൃത്വത്തിൽ ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരുടെ പ്രായം, തൊഴിൽ, അവരുടെ പ്രശ്നങ്ങൾ എന്നിവ ഡാറ്റ അനാലിസിസിലൂടെ കൃത്യമായി പഠിച്ചു. ഇതിനനുസരിച്ചാണ് ഓരോ ഏരിയയിലും പ്രചരണ വിഷയങ്ങൾ നിശ്ചയിച്ചത്. മൈക്കിലൂടെയുള്ള ബഹളങ്ങളേക്കാൾ വോട്ടർമാരുടെ ഫോണുകളിലേക്ക് എത്തുന്ന സന്ദേശങ്ങളാണ് അവർ മുൻഗണന നൽകിയത്. തമിഴ്നാട്ടിലെ ജനസംഖ്യയിലെ ഭൂരിഭാഗം വരുന്ന യുവാക്കളെ ആവേശഭരിതരാക്കാൻ TVKക്ക് സാധിച്ചു. രാഷ്ട്രീയ പ്രസംഗങ്ങളിലെ ബോറടിപ്പിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി ആവേശം നൽകുന്ന ചെറിയ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഓരോ ബൂത്തിലെയും യുവാക്കളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനം ഒരുക്കി. പരമ്പരാഗത പാർട്ടികൾ പലപ്പോഴും പഴയ രീതിയിലുള്ള പ്രചരണങ്ങൾ തുടർന്നപ്പോൾ TVK ഒരു കോർപ്പറേറ്റ് കമ്പനിയെ പോലെയാണ് പ്രവർത്തിച്ചത്. ആധുനികമായ ഗ്രാഫിക്സ്, 3D വിഷ്വലുകൾ, വിജയുടെ ആശയങ്ങൾ വ്യക്തമാക്കുന്ന ആനിമേഷൻ വീഡിയോകൾ എന്നിവ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി. വിജയ് എന്ന സിനിമാ താരം എന്ന നിലയിൽ ലഭിക്കുന്ന മൈലേജ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുമായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെറുമൊരു താരത്തെ കാണാനല്ല, മറിച്ച് തങ്ങളുടെ പ്രതിനിധിയെ കാണാനാണ് ജനങ്ങൾ എത്തിയത് എന്ന രീതിയിൽ സിനിമയിലെ സൂപ്പർ ഹീറോയിൽ നിന്ന് ഡിജിറ്റൽ യുഗത്തിലെ ഡൈനാമിക് ലീഡറിലേക്കുള്ള വിജയുടെ പരിവർത്തനം യുവാക്കൾക്ക് വലിയൊരു പ്രതീക്ഷയായി മാറി. മറ്റു പാർട്ടികൾ പരസ്പരം ചെളിവാരിയെറിയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചപ്പോൾ വിജയ് തൻ്റെ പാർട്ടിയുടെ നയങ്ങളും നാളത്തെ തമിഴ്നാടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചത്. ഇത് നിഷ്പക്ഷമതികളായ വോട്ടർമാരുടെ മനസ്സ് മാറ്റാൻ സഹായിച്ചു. അതുപോലെ തന്നെ വിജയ് എന്ന നായകനെ ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവായി റീബ്രാൻഡ് ചെയ്തതിന് പിന്നിലെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം ജോൺ ആരോഗ്യസ്വാമിയാണ്.
സിനിമയിലെ ഗ്ലാമറിന് അപ്പുറം കൃത്യമായി ഡാറ്റ അനാലിസിസിലൂടെ വോട്ടർമാരുടെ പൾസ് അറിഞ്ഞും യുവാക്കളെ ആവേശഭരിതരാക്കുന്ന അത്യാധുനികമായ ഡിജിറ്റൽ പ്രചരണ തന്ത്രങ്ങൾ മെനഞ്ഞു വിജയുടെ ഓരോ ചുവടുവെപ്പും അളന്നുകുറിച്ച് നിശ്ചയിച്ച ആധുനിക രാഷ്ട്രീയത്തിലെ ചാണക്യനാണ് അദ്ദേഹം. പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കോട്ടകൾ താർക്കാൻ വിജയെ പ്രാപ്തനാക്കിയതും നിശബ്ദമായി തൻ്റെ പ്ലാനിങ്ങിലൂടെ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ചതുരംഗക്കളത്തിൽ വിജയെ ഒരു കരുത്തനായി ഭരണാധികാരിയെ പ്രതിഷ്ഠിച്ചതും ജോൺ ആരോഗ്യസ്വാമി എന്ന ഈ തന്ത്രജ്ഞനാണ്. വിജയ് എന്ന പേര് ഇന്ന് തമിഴ് മണ്ണിൽ ഒരു നടൻ്റെ വെറുമൊരു വിളിപ്പേരല്ല, മറിച്ച് മാറ്റം ആഗ്രഹിച്ച ഒരു വലിയ ജനതയുടെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. പരിഹാസങ്ങളിൽ നിന്ന് അവഗണനകളിൽ നിന്നും തുടങ്ങിയ തൻ്റെ സിനിമാ യാത്രയിൽ അദ്ദേഹം എങ്ങനെയാണോ ഓരോ തിരിച്ചടികളെയും വിജയങ്ങളാക്കി മാറ്റിയത്, അതേ തന്ത്രവും നിശ്ചയദാർഢ്യവുമാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടത്. ഇത് വെറുമൊരു താരപ്രഭയിൽ ഉണ്ടായ വിജയമല്ല, മറിച്ച് തൻ്റെ ആരാധക സംഘടനയെ ഒരു സേവന സന്നദ്ധ സൈന്യമാക്കി മാറ്റിയെടുത്ത് പതിറ്റാണ്ടുകൾ നീണ്ട കഠിനാധ്വാനത്തിൻ്റെയും ജോൺ ആരോഗ്യസ്വാമിയെ പോലുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ ഒരുക്കിയ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും അനന്തരഫലമാണ്. 60 വർഷം നീണ്ട ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കുത്തക തകർക്കാൻ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ എന്ന പോലെ അദ്ദേഹം കടന്നു വന്നപ്പോൾ തമിഴ് മക്കൾ അവിടെ കണ്ടത് തങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ഒരു ജനനായകനെയാണ്. സിനിമയിലെ കോടികളുടെ വരുമാനവും സൂപ്പർ സ്റ്റാർ പദവിയും ജനങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ധീരത വോട്ടർമാർക്കിടയിൽ ഒരു വലിയ വിശ്വസ്തത ഉണ്ടാക്കിയെടുത്തു. വ്യക്തിപരമായ ആരോപണങ്ങളെയും ഗോസിപ്പുകളെയും മൗനം കൊണ്ട് നേരിട്ട തൻ്റെ പ്രവൃത്തികളുടെ മാത്രം മറുപടി നൽകുന്ന വിജയുടെ ഒരു രാഷ്ട്രീയ ശൈലി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു പാഠപുസ്തകമാണ്. അസാധ്യമായത് ഒന്നുമില്ലെന്ന് കൃത്യമായ പ്ലാനിങ്ങും ജനങ്ങളുടെ സ്നേഹവും ഉണ്ടെങ്കിൽ ഏതു വലിയ കോട്ടയം കീഴടക്കാമെന്ന് സി ജോസഫ് വിജയ് എന്ന 51കാരൻ ഇന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു. തമിഴകത്തിൻ്റെ രാഷ്ട്രീയ മാപ്പിൽ ഒരു പുതിയ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ അത് ഒരു ഭരണാധികാരിയുടെ ജനനം മാത്രമല്ല, മറിച്ച് പുതിയൊരു യുഗത്തിൻ്റെ തുടക്കം കൂടിയാണ്.